യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെയും എൽ.ഡി.എഫിനെതിരെയും ഉയർത്തിയത് രൂക്ഷ വിമർശനമാണ്. പത്തനംതിട്ട അടൂരിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എൽ.ഡി.എഫിനെതിരെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ബി.ജെ.പി ഡീലുമെല്ലാം വീണ്ടും രാഹുൽ ഗാന്ധി ആരോപിച്ചു. മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാത്തത് എന്തെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. നേരത്തെയും മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം വിവാദമായി മാറിയിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPIM തിരിച്ചും ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ വിമർശനം എങ്ങനെ കാണണം? തെരഞ്ഞെടുപ്പ് കാലത്തെ രാഹുൽ ഗാന്ധിയുടെ പിണറായി വിമർശനം ഏത് വിധത്തിലാണ് രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുക? കാണാം RDX റാപ്പ്. LDF-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത ഭാഷയിലാണ് പത്തനംതിട്ടയിലെത്തിയ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും CPM BJP ഡീലാരോപണവും രാഹുൽ വീണ്ടും ഉന്നയിച്ചു. കേരള മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതിലെ അമർഷവും ഇന്നും രാഹുൽ പ്രകടമാക്കി. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള അദ്ദേഹം മറന്നുപോയെന്ന് പറഞ്ഞാണ് BJP CPM ഡീലാരോപണം രാഹുൽ ഗാന്ധി വീണ്ടും ഉയർത്തിയത്. UDF അധികാരത്തിലെത്തിയാൽ സ്വർണം കട്ടവരെ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പും രാഹുൽ നൽകി. LDF-ഉം BJP-യും കോർപ്പറേറ്റുകൾക്കൊപ്പമാണ്. രാജ്യത്ത് BJP-യെ വെല്ലുവിളിക്കുന്ന ഏകശക്തി കോൺഗ്രസ് ആണെന്നും അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. LDF നേതൃത്വം അഴിമതി നിറഞ്ഞതാണ്, എന്നാൽ BJP-യിൽ നിന്ന് അവർക്ക് യാതൊരു സമ്മർദ്ദവുമില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തന്റെ പേരിൽ 36 കേസുകളുണ്ടെന്നും 55 മണിക്കൂർ തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും രാഹുൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. CPIM BJP ഡീൽ ആരോപണം ആവർത്തിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം. UDF നേരിടുന്നത് BJP പിന്തുണക്കുന്ന LDF-നെയാണെന്നും BJP-യുടെ ആഗ്രഹം കേരളത്തിൽ UDF വരരുത് എന്നുമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. പിണറായിക്കെതിരെ BJP ഒന്നും പറയുന്നില്ല എന്നും രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞു. BJP understands that the left front LDF can never challenge them at the national level, and they also know that if they are in power in Delhi, then any LDF government in Kerala is fully under their control. സ്വർണം കട്ടത് ആരപ്പ എന്ന പാരഡി ഗാനം ആലപിച്ച് ശബരിമല വിഷയവും ഇന്ന് രാഹുൽ ഗാന്ധി ആളിക്കത്തിച്ചു. UDF വന്നാൽ സ്വർണ്ണക്കൊള്ളക്കാരെ ശിക്ഷിക്കുമെന്നും നരേന്ദ്രമോദി എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. Now I have a question for you. Swarnam Katatu Arappa. Swarnam Katatu Arappa. So it's very interesting because from this line you can understand the truth of the election in Kerala. അതാണ് ശ്യാമില. അത് സഖാക്കളാണേ അയ്യപ്പ എന്ന് രാഹുൽ ഗാന്ധി പറയാൻ സഖ ഒന്നും അങ്ങനെ വരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സഖാക്കളെയാണേ അയ്യപ്പ എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് BJP-ക്കാർ പ്രചരണത്തിൽ ഉപയോഗിക്കും. കാരണം ഇവരുടെ സഖാക്കളാണല്ലോ അപ്പുറത്ത് LDF CPM-കാർ പുറത്ത്. കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ഒരു കോമ്രേഡ്സ് ആണല്ലോ കോൺഗ്രസും CPM. അതുകൊണ്ട് അതങ്ങനെ ഉപയോഗിക്കുമോ എന്ന് കൂടെ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ടായിരിക്കും അത് ചൊല്ലാതിരുന്നത് അദ്ദേഹം. അങ്ങനെ എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, CPIM കോൺഗ്രസ് ഡീല്, CPIM BJP ഡീല് എന്നൊക്കെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുകയില്ല. സത്യത്തിൽ അദ്ദേഹം അങ്ങനെ പറയുക വഴി ഇങ്ങനെ നിരന്തര തുടർ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം CJP എന്നുള്ളതാണ് ഇതിന് വിത്തിട്ട്, അതായിരുന്നു ആദ്യം പറഞ്ഞൊരു കാര്യം. അതിനുശേഷമാണ് ഈ ഡീലാരോപണം മുഴുവൻ ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഏറ്റുപിടിച്ചത്, കോൺഗ്രസിൻ്റെ നേതാക്കൾ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ ഇല്ല ഇന്ത്യ സഖ്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിലവിൽ രാഹുൽ ഗാന്ധിയുടെ വിഷയമേ അല്ല എന്നാണ് തോന്നുന്നത്. സത്യത്തിൽ G. സുധാകരൻ്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ തേങ്ങയില്ലാത്ത തൊണ്ടായി മാറുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പുറത്ത്. അത് ഇന്ത്യ സഖ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ NDA ചെറുക്കാൻ വേണ്ടി സത്യത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും കൂടെ ഒന്നിക്കുന്ന ഒരു സങ്കല്പമാണല്ലോ ഈ ഇന്ത്യ സഖ്യം എന്നുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണല്ലോ. അത് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഭരിക്കുന്ന 10 വർഷമായി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹം പിണറായി വിജയനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുമാണല്ലോ CPIM. അവരവരുടെ അംഗമാണ്. അവർക്കെതിരെയാണ് നിരന്തരമായി ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വിശാല രാഷ്ട്രീയ അർത്ഥത്തിൽ ഒരു ഇന്ത്യ സഖ്യം എന്നുള്ളൊരു സംഗതി അവിടെ രൂപീകരിച്ചുകൊണ്ട് അതിലുള്ള ഒരാളെ മോദിക്ക് ചൂട്ടുപിടിക്കുന്നു, മോദിയെ പ്രകീർത്തിക്കുന്നു, മോദിക്കൊപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിൻ്റെ എന്താണ് അതിൻ്റെ അടിത്തറ എന്ന് തന്നെ നമുക്ക് തോന്നുകയില്ല. അപ്പോൾ
അങ്ങനെ ഒരു ധാരണ എന്തായാലും രാഹുലിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും നമുക്ക് തന്നെ തോന്നും 10 വർഷമായി ഈ കേരളത്തിലൊരു ഭരണദാരിദ്ര്യം അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കാതലിനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് നടത്തുന്നത് രാഹുൽ ഗാന്ധി സത്യത്തിൽ നുള്ളി നോക്കണം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. സത്യത്തിൽ എന്താണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ പിണറായി വിജയൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ രാഹുൽ കൊണ്ടാലും പഠിക്കാത്ത നേതാവ്, അങ്ങനെയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഈ കൊണ്ടാലും പഠിക്കാത്തൊരു നേതാവ് എന്ന് പറഞ്ഞു വെക്കാനുള്ളൊരു കാര്യം. അവൾ അന്വേഷിച്ച് നമുക്ക് തന്നെ ശരിയാണല്ലോ, മുന്നിൽ ഇത്രയും അധികം ഉദാഹരണങ്ങളുണ്ടെന്നുള്ളത് അത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് സ്വാഭാവികമായും. കഴിഞ്ഞ 5 വർഷമായി ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടി BJPക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് 112 MP-മാർ, 80 MLA-മാർ, 126 മുൻ MLA-മാർ, 12 മുൻ മുഖ്യമന്ത്രിമാർ. ഇത്രയും സംഭാവന BJPക്ക് നടന്നിരിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതാവാണ് ഇപ്പോൾ പറയുന്നത് CPIM കോൺഗ്രസ് BJPയുടെ B ടീമാണെന്ന്. സത്യത്തിൽ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ സ്വാഭാവികമായും ചോദിക്കില്ല, ഈ കണക്കുകൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണാടിയിൽ നോക്കി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കുമെന്ന് ഇവിടെയുള്ളവർ ചോദിക്കില്ലേ? ഞാനതാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ അത് പോട്ടെന്ന് വിചാരിക്കുക, ഓപ്പറേഷൻ ലോട്ടസ് എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടില്ലേ? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രയോഗത്തിന് അടിത്തറ പാകിയത് തന്നെ ഈ ഓപ്പറേഷൻ ലോട്ടസ് ആണല്ലോ. ഇത് ആരുദ്ദേശിച്ചിട്ടാണ് BJP ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്? റിസോർട്ട് രാഷ്ട്രീയം എന്നുള്ളത് ആരുടെ മാത്രം ഗതികേടായിരുന്നു സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അത് കോൺഗ്രസിൻ്റെ ഗതികേടായിരുന്നില്ലേ സത്യത്തിൽ? ഇനി 2020 ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ 22 MLA-മാരെ മൂടോടെ പറിച്ചുകൊണ്ട് BJPയിലേക്ക് പോയി കമൽനാഥ് സർക്കാർ വീണത് അതിൽ ഒരു റീസെൻ്റ് ഉദാഹരണമല്ല. ഗോവ മറ്റൊരു ഉദാഹരണമല്ലേ? അത് കഴിഞ്ഞു പോട്ടെ. 2 ആഴ്ച മുമ്പ് നടന്ന രാജ്യസഭ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിലും ഒഡീഷയിലും, ബീഹാറിൽ വോട്ടെടുപ്പിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നു, ഒഡീഷയിൽ ക്രോസ് വോട്ടും ചെയ്തു. അപ്പോൾ ഇതാണ് ഇവർ വിഭാവനം ചെയ്യുന്ന മികച്ച ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞത്. ഇവിടുത്തെ ഇടതുപക്ഷമല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവർ വിഭാവനം ചെയ്യുന്ന ഏറ്റവും ഫാസിസ്റ്റിനെ, അതായത് കേന്ദ്രത്തിൽ മോദിക്കെതിരെ സംസാരിക്കുന്ന ഏറ്റവും മികച്ചൊരു പാർട്ടി എന്ന നിലയ്ക്ക് അവർ കോൺഗ്രസിനെയാണ് കാണുന്നത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. പക്ഷേ ഇങ്ങനൊരു ട്രാക്ക് റെക്കോർഡ് മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി ഞാൻ പറയുന്നത്, രാജ്യത്തെ തങ്ങളെ വെല്ലുവിളിക്കുന്ന ഏക ശക്തി കോൺഗ്രസ് പാർട്ടി എന്ന് അവർക്കറിയാം. ഇതൊക്കെയാണ് ഇന്നത്തെ വാചകങ്ങൾ. ആ ശക്തി നമ്മുടെ അറിവിൽ ഇന്ത്യ സഖ്യമാണ് എന്നാണ് എൻ്റെ അറിവ് എന്തായാലും. പക്ഷേ അപ്പോൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നു, 10 വർഷത്തിന് ശേഷം എന്തായാലും അധികാരത്തിൽ വരണം എന്ന് പറയുമ്പോൾ പോലും ഇത്തരം കഴമ്പില്ലാത്ത ഈ ഡീൽ എങ്കിലും മാറ്റിപ്പടിക്കണം. ഈ ഡീലിന് ചരിത്രപരമായി തന്നെ മറുപടി എണ്ണി ഇവിടെയുള്ളവർ പറയുകയും ചെയ്യുന്നു, ആളുകൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഒരു ഘട്ടത്തിൽ VD സതീശൻ പോലും ആ ഡീൽ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇന്നും വന്നിട്ട് ഇത് ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം ഇന്ന് പറഞ്ഞതിൽ വളരെ കാര്യമാത്രമായ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, മോദി പിണറായിയെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. മോദിയാൽ നിയന്ത്രിതരാണ് നിലവിൽ പിണറായി എന്നുള്ളതാണ്. അത് സത്യത്തിൽ മറ്റൊരു വാക്യത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ശരിയാണ്. ഈ 10 കൊല്ലത്തിനിടയിൽ വളരെ കാര്യമായി തന്നെ മോദി പിണറായി വിജയൻ സർക്കാരിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. അവർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അതിനെ മുഴുവൻ അതിജയിച്ചാണ് ഈ കാണുന്ന രീതിയിൽ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഈ LDFലെ എല്ലാ അംഗങ്ങൾക്കും, മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ മന്ത്രിമാർക്കും മുഴുവൻ MLA-മാർക്കും വീണ്ടും വോട്ട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഇതിനെ അതിജയിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ പറയാം, മോദി നന്നായി പിണറായിയെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത്. അത് സാമ്പത്തികമായി ഞെരുക്കുകയാണ് ചെയ്തത്. അത് പലതുകുറി പിണറായി വിജയനാണെങ്കിലും മറ്റ് നേതാക്കളാണ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും മോദിക്കെതിരെ ഒരു അക്ഷരം പറയുന്നില്ല എന്നുള്ളതാണ് അതിനും കേൾക്കുന്ന പഴി എന്നുള്ളതാണ്. ഇനി കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടാത്ത പിണറായി എന്നാണല്ലോ മറ്റൊരു ആരോപണം. സത്യത്തിൽ എന്തിനാണ് പിണറായി വിജയനെ ഇനി കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിനെതിരെ നേരത്തെ കഴിഞ്ഞ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പം സനീഷ് പറഞ്ഞു, ലാവ്ലിൻ കേസിനെ പറ്റി പറഞ്ഞു. ശരിയാണ്, ലാവ്ലിൻ കേസിൽ നിലവിലത്തെ സ്റ്റാറ്റസ് കോ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം കുറ്റവിമുക്തനാണ് നിലവിൽ. അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും, അതിലൊരു അപ്പീലുണ്ട്, അതുള്ളത് തന്നെയാണ്. പക്ഷേ ആ അപ്പീലുകൾ ഇപ്പോൾ നിരന്തരമായി മാറ്റിവെക്കുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഏത് ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ കൻ്റോൺമെൻറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വല്ല സമരം നടത്തിയതിനുള്ള ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ മാത്രമാണ് ഉണ്ടാവുക. ആ കേസുകളൊക്കെ നിലവിൽ പിൻവലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റെന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ വയ്ക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം മനസ്സിലായിട്ടില്ല. അതാണ് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു കാര്യം. ഇനി അങ്ങനെയെങ്കിൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കേസിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെയും കുടുംബത്തെയും അതിക്രൂരമായി, അങ്ങനെ തന്നെ പറയാം, അത്രയധികം നമ്മൾ ഒരാൾ അർഹിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ വേട്ടയാടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അതിനെ അപലപിച്ച് തന്നെയാണ്. ഇത്രയധികം ഓഡിറ്റിങ്ങിന് വിധേയപ്പെടേണ്ട കാര്യമൊന്നും ആ ഘട്ടത്തിലില്ല. പക്ഷേ ആ സമയത്ത് മാത്രം ഈ കേന്ദ്ര ഏജൻസികൾ ഭയങ്കര പ്രശ്നവും, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരള സംസ്ഥാനത്ത്
ഏജൻസികൾ വരികയും അതൊരു അനിവാര്യതയാവും മാറുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ശ്യാമിലി പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഈ വിഷയത്തിൽ നല്ല വിയോജിപ്പാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി നന്നായിട്ട് കാര്യം കൈകാര്യം ചെയ്തു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വളരെ വലിയ ഫാൻ ബേസ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് കുറേ കൂടെ വാല്യൂ കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കോൺഗ്രസിന് ഇപ്പോൾ ഗ്രൗണ്ടില്ലല്ലോ, പക്ഷെ ഇവിടെ അതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമുക്ക് വലിയ മുന്നേറ്റം UDF ഉണ്ടായി അല്ലേ. LDF ആകപ്പാടെ ക്ഷീണിച്ച് ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി. അതിൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ ശബരിമല ഈ പ്രവേശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായ സംഗതികളൊക്കെയാണെന്നാണ് പറഞ്ഞതെങ്കിൽ പക്ഷേ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി, ഞാൻ പറയുന്നത് കഴിഞ്ഞ ആ കാലത്തിൻ്റെ ലോക്സഭാ ഇലക്ഷനിലാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പോലും വിചാരിച്ചിരുന്നു നമ്മുടെ ആളുകൾ. അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് അത്രക്ക് ഗംഭീരമായിട്ടുള്ള വിധി UDFന് കിട്ടിയത്. നല്ല തോതിൽ ആളുകൾക്ക് വോട്ട് വന്നത്. കേരളത്തിൽ നെഹ്റു കുടുംബത്തിന് എല്ലാ കാലത്തും, നെഹ്റു ഗാന്ധി കുടുംബങ്ങൾക്ക് എല്ലാ കാലത്തും അതിലുള്ള അംഗങ്ങൾക്ക് വലിയ സ്നേഹ വാത്സല്യങ്ങളും ആരാധനയൊക്കെ കിട്ടാറുണ്ട്. പാർട്ടി വ്യത്യാസം, പാർട്ടികൾക്ക് അതീതമായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് എന്നത് തെരഞ്ഞെടുപ്പ് വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോയിസ് ആയിരിക്കും എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അറിയാം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ വന്നിട്ട് എന്ത് പറഞ്ഞിട്ട് ഇവിടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കണം എന്ന്, ആ നരേറ്റീവ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷത്തിൻ്റേത്, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റേത്. അപ്പോൾ അദ്ദേഹം ഓരോ വാക്കും കൂട്ടായിട്ട് ആലോചിച്ചിട്ട് വന്ന് സംസാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് നിരീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റെല്ലാം വെച്ചിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ശ്യാമിലി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടെ എതിർക്കാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് നമ്മൾ എടുത്താലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് പരസ്പരം പോരടിക്കുന്നതെന്ന് BJPയുടെ ഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതായത് അത് BJP എന്നുള്ള കേന്ദ്ര സർക്കാരിലെ ആകെ ഫെഡറൽ സംവിധാനമൊക്കെ തെറ്റിക്കുന്നു, ഫാസിസ്റ്റായിട്ട് ഭരിക്കുന്നു എന്നൊക്കെ ഇവർ വിചാരിക്കുന്ന, ഇവർ വിലയിരുത്തുന്ന ഒരു വലിയ സംവിധാനത്തിനെതിരായിട്ട് ഉള്ള കൂട്ടായ്മയുടെ ഭാഗമാണ്. അവിടെ അങ്ങനെ കൂട്ടായ്മയുണ്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പരസ്പരം പോരടിച്ചിട്ട് അധികാരത്തിന് വേണ്ടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് സൗഹൃദ കളി കളിച്ചേക്കാന്ന് വെച്ചാൽ രണ്ടുപേരും താഴെ പോകും. അതാരും സമ്മതിക്കില്ല. ഇവർ അങ്ങോട്ട് എതിർക്കാനും സമ്മതിക്കില്ല, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് എതിർക്കാനും സമ്മതിക്കില്ല. അത് രാഷ്ട്രീയത്തിൽ സാധിക്കുന്നതല്ല. നമ്മളൊരു മുന്നണിയുടെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിമർശിക്കാതെ പോകാം എന്ന ഒരു കണക്കൂട്ടൽ നടത്താൻ പറ്റില്ല രാഷ്ട്രീയ നേതാക്കൾക്ക്. അത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ നയിച്ചത് അതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് വിജയമായി എന്ന് അദ്ദേഹം വന്നിന്ന് സംസാരിച്ച രണ്ട് കാര്യങ്ങളും വിജയമാണ് എന്ന് ഞാൻ വിലയിരുത്തേണ്ട കാരണം, അദ്ദേഹം മുന്നിലേക്ക് വെച്ച രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം നാളെ മുതൽ അങ്ങോട്ട് ചർച്ച ചെയ്യാവുന്ന, ഇപ്പോഴും ചർച്ചയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഡീലുണ്ട് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ, ഇവർക്ക് അനുകൂലമായിട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നേതൃത്വം എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അതൊന്നുകൂടെ ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ നേതാവ് എന്ന നിലക്കുള്ള ആധികാരികതയും, നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ആളെന്ന നിലക്കുള്ള ആധികാരികതയും, അദ്ദേഹത്തിന് സ്നേഹവും ആദരവും ഒക്കെ കിട്ടുന്ന കേരളത്തിൽ വന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃപദവിയെ അദ്ദേഹം കോൺഗ്രസിന് അനുകൂലമായിട്ട് ഈ വിഷയത്തെ മുന്നോട്ട് വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചെടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി എന്തുകൊണ്ട് അമ്പലത്തിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ പിണറായി വിജയൻ ഹിന്ദുത്വ കാര്യങ്ങളും വർഗീയ കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ പോയിൻ്റാണ് വെക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ സെറ്റാണ്. അതിൽ എല്ലായിടത്തും പോയിട്ട് അമ്പലവും ക്ഷേത്രമൊക്കെ പറയുന്ന നരേന്ദ്രമോദി ഇവിടെ വന്നിട്ടൊന്നും പറഞ്ഞില്ല. ഏത് അമ്പലക്കൊള്ള അവിടെ നടന്നിട്ട് പോലും, ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ നടന്നിട്ട് പോലും ഇദ്ദേഹം ഇതൊന്നും പറയുന്നില്ല. എന്നാൽ വലിയ ഇടതുപക്ഷക്കാരാണെന്ന് പറയുന്ന ഈ CPM ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, എല്ലായിടത്തും പോയിട്ട് വർഗീയതയും മറ്റും പറയുന്നു. എന്നാൽ രാഷ്ട്രീയ ആരോപണം, ഇതൊക്കെ ശരിയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹം വെച്ചിട്ട് ചർച്ചയെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, എന്താ അദ്ദേഹം കൊണ്ടുവന്നത്, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കൗതുകകരമായൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ CPM ഇടതുപക്ഷക്കാരും ചെറുപ്പക്കാരെല്ലാം ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാങ്ങിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നും, പിന്നെ ബിന്ദു കൃഷ്ണ തൊട്ട് ഇപ്പോൾ മത്സരിക്കുന്ന കുറേ സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്നൊക്കെ തമാശ ട്രോള് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. അതായത് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ചയെ അങ്ങോട്ടേക്ക് വിട്ടാൽ ഇപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആരുടെ മുഖം ആദ്യം വരിക? ശ്യാമിൽ ആരുടെ മുഖം വരിക? KK ശൈലജയുടെ മുഖമാണ് വരിക. അതായത് അത് മറുപക്ഷത്തിൻ്റെ ഒരു ചർച്ച, അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാവുന്ന ഒരു ചർച്ചയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ചിന്തയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇവർക്ക് പ്രിയങ്ക ഗാന്ധിനെ മുഖ്യമന്ത്രിയാക്കാനോ, അല്ലെങ്കിൽ ഇവിടെ പാവം ഇപ്പം ലഡുപൊട്ടിയിരിക്കുന്ന പിന്നെ എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് മത്സരിക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടോ ഒന്നുമല്ല. അതിപ്പോൾ കോൺഗ്രസ് നാളെയോ മറ്റന്നാളോ അല്ല അടുത്ത ദിവസമോ, അല്ലെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ 3 പേര് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് പുറമെ ഒരു സ്ത്രീയെ കൂടെ കൊണ്ട് സ്ഥാപിക്കാനുള്ള കാര്യമേ അല്ല. അത് മറുപക്ഷത്തൊരു ചെറിയ മൈൻഡ് വിതച്ചേക്കാം എന്ന രാഷ്ട്രീയ ചിന്തയാണ്. അത് വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ വിജയിക്കില്ല എന്നാണ് ഞാൻ പറയുക. അത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ അവർ പിന്നെ മറുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെപ്പറ്റി, മറുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം പറഞ്ഞ ഒരു കാലം എനിക്ക് ഓർമ്മയുള്ളത് VS അച്യുതാനന്ദൻ്റെ കാലമാണ്.
VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു CPIM. ഭയങ്കര പ്രശ്നമായി. കേരളം മുഴുവൻ അറിയാലോ ശ്യാമലിക്ക്, ഭയങ്കര പ്രശ്നമായി. എല്ലായിടത്തും മുദ്രാവാക്യം വിളി. അപ്പം ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അല്ലെങ്കിൽ AK സെൻറ്ററിലും ക്ലിഫ് ഹൗസിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാണുന്നത് മുഴുവൻ വരുന്ന UDF-കാരാണ്. മുഴുവനല്ല, ഞാൻ പറഞ്ഞത് LDF-നകത്ത് ആളുണ്ട്, CPM-കാരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പ്രകടനം നടന്നു, ഒക്കെയുണ്ട്. CPM-ഉം LDF-ഉം ഒക്കെ തന്നെ ആളുകൾ തന്നെ ഇറങ്ങി. പക്ഷേ ഈ കോൺഗ്രസ്സുകാരും UDF-ലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ RSP-കാരൊക്കെ VS-ന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് റോഡിലിറങ്ങി ഇവരുടെ കൂടെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടി ഉടനടി എന്നാൽ തന്നെ ശരി നിങ്ങൾ VS ആയിക്കോളെന്ന് പറഞ്ഞു. പിന്നെന്ത് സംഭവിച്ചു നമുക്ക് ചരിത്രമായിട്ട് വൻ വിജയമുണ്ടായി. അതുകൊണ്ട് ഈ അപ്പുറത്തെ കളത്തിൽ കയറിയിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രം കാണിക്കുകയാണ് എന്ന ബുദ്ധി വെച്ചിട്ട് രാഹുൽ ഗാന്ധി പോയിട്ട് മറ്റൊരാളെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചാൽ അവരുടെ വിജയത്തിന് ഉപകരിക്കും എന്നുള്ളത് മാത്രമേ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ആളുകൾ പറഞ്ഞെടുത്താൽ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കൊണ്ട് ഒരിക്കലും നമുക്ക് സമയമില്ലാത്തതും നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും ദേശീയ തലത്തിൽ ഈ രണ്ട് മുന്നണികളും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ആ സഖ്യത്തിലെ നേതാക്കളാണ് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയുമെല്ലാം. അതായത് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും BJP-ക്കെതിരെയും ഒരുമിച്ച് പോരാടുന്നവർ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയ ഒരേ മുന്നണിയിലുള്ള CPIM-ന്റെ മുഖ്യമന്ത്രിയെ ക്കെതിരായ വിമർശനം ഉന്നയിക്കുന്നത്. സ്വർണം കട്ടത് ആരപ്പ എന്ന് ഇന്ന് പാടിയ രാഹുൽ ഗാന്ധി പക്ഷേ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടവരും വിറ്റവരും വാങ്ങിയവരും എങ്ങനെ തൻ്റെ വീട്ടിലെത്തിയെന്ന് സമൂഹത്തോട് വെളിപ്പെടുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് ട്രോളുകളായും മറ്റുമൊക്കെ പറയുകയാണ് CPI-മാർ ഈ നേരത്തിനകത്ത് തന്നെ. കേരളത്തിലെ ഏത് നേതാവാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റ് പ്രതികളെയും തൻ്റെ വീട്ടിൽ എത്തിച്ചതെന്നും തുറന്നു പറയേണ്ടതുണ്ട് എന്ന് അവർ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾക്ക് ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ എന്ന വ്യാഖ്യാനമാകും ദേശീയ മാധ്യമങ്ങൾ നൽകുക. ദേശീയ തലത്തിൽ ED മോശമാവുകയും കേരളത്തെത്തുമ്പോൾ ED നല്ലതാവുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ വാദം CPM-കാർ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക.